ആ ബ്രെഡ് മാത്രം മതിയോ? ആ ഓക്കെ ഓക്കെ. മുസ്തഫ ഒരു പാക്കറ്റ് ബ്രെഡ് എടുത്തിട്ട് അൽ ഹസൽ ബിൽഡിംഗിൽ 16 നമ്പർ റൂം കൊണ്ടുകൊടുത്താ. ബ്രെഡ് മാത്രമേ ഉള്ളൂ? ആ ജിപ്പ് അത് കൊണ്ടുകൊടുക്ക്. ചെറിയ ഓർഡർ ആണെങ്കിലും കൊണ്ടുകൊടുക്കണം, ഇല്ലെങ്കിൽ ഇല്ല അച്ചോടാണ് പോകും. തിരിഞ്ഞു വെച്ചിക്കാതെ വേൻ ചെല്ലി, അത് കഴിഞ്ഞിട്ട് വേറെ പണിന്റെ ഇവിടെ. ബ്രെഡ് ഓർഡർ ചെയ്തിരുന്നില്ലേ? എത്ര അതിന് 3 റംസ്. ബാക്കി തരാൻ ചില്ലറല്ലോ. നിന്റെ അടുത്ത് ചില്ലറല്ല, നീ ചില്ലറാക്കിട്ട് വാ. അത് കുഴപ്പമില്ല, അടുത്ത ഓർഡർ ചെയ്യുമ്പോ എടുക്കാം. ഉമ്മ ഒക്കെ സഹിക്കാം, ഇവിടുത്തെ ചൂടാണ് ഉമ്മ സഹിക്കാൻ പറ്റാത്തത്. എന്റെ കുട്ടി എങ്ങനെങ്കിലും ഒന്ന് അവിടെ പിടിച്ചു നിക്കാൻ നോക്ക്. ഇവിടുത്തെ അവസ്ഥ ഒക്കെ ഇപ്പൊ എനിക്ക് അറിയണതല്ലേ. ഞാൻ പഠിച്ചവനോട് 5 നേരവും പ്രാർത്ഥിക്കുന്നുണ്ട് എന്റെ കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കാൻ വേണ്ടി. മുസ്തഫ തഞ്ചം കിട്ടിയ ഫോണുമല്ല. അവിടെ ഒരു വെള്ള ബോട്ടൽ എടുത്തിട്ടേ ആ റയ്യാൻ ബിൽഡിംഗിൽ ആ 350 കൊണ്ടുകൊടുത്താ. ആ ബ്രെഡ് ഉണ്ട്, അതിന്റെ പൈസ എത്തിയാ? എത്രയോ വളർത്തണേ? 8 റംസ്. അല്ല, മായുദുബായിന്റെ വെള്ളല്ലേ? ആ ഉണ്ട്. ഇതിവിടെ ഉപയോഗിക്കലില്ല, ജാതേറ്റ് വാ. ആ ചെക്ക ഇതിവിടെ വെച്ച് കണ്ടുപോയാ. ഡെലിവറി ബോയ്ക്ക് ഇത്ര അഹങ്കാര. അവനെ വിളിച്ചെന്ന് കംപ്ലൈന്റ് തന്നെ ബാക്കി കാര്യം. ആ ഓക്കെ ഓക്കെ, ഞാൻ ചോദിക്കട്ടെ. എടാ എന്നോട് അവിടെ ആ വെള്ളം മാറ്റി കൊടുക്കാൻ പറയുന്നു. ആ പിന്നെ വേറെ ഇപ്പൊ വന്നിട്ട് എന്നെ മതിയോണ്ട് വാങ്ങിക്കൊണ്ടുപോയി. അതാരാ? അത് ഞാനാ. മായുദുബായിന്റെ വെള്ളല്ലേ? ഇതിവിടെ ഉപയോഗിക്കലില്ല, ജാതേറ്റ് വാ. ഏയ് അടക്കെ അത് തന്നാളത് കുഴപ്പമില്ല. അല്ല ഞാൻ മാറ്റിക്കൊണ്ടാ. അല്ല അത് വേണ്ട. എത്ര ഇതിന്? 8 റംസ്. ഇതടച്ചോ, ബാക്കി ഞാനെനിക്ക് കടിക്ക് വരുന്നുണ്ട്. കുറച്ചും കൂടി സാധനങ്ങൾ വാങ്ങാണ്ട് കേട്ടാ. ഓക്കെ. അല്ല ഞാൻ കൊണ്ടുവച്ചരാ. വേണ്ട വേണ്ട, ഞാൻ കൊണ്ടുവച്ചോളാം. ഓക്കെ. ഞാൻ ആ റൂമത്തെ ആള് തന്നെയാണ്. ഒരു നേരത്തെ വെള്ളം മാറി കുടിച്ചെന്ന് വെച്ചേ ഒന്നും സംഭവിക്കാൻ പോണില്ല. AC റൂമിൽ ഈ മൊബൈൽ അങ്ങനെ കുത്തിയിരിക്കുമ്പോഴേ ചിലപ്പോ ഈ പുറത്തുള്ള ചൂടൊന്നും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പിന്നെ ഇവർക്കൊന്നും ഇതൊരു ഭാരമായി തോന്നാത്തതേ തലക്ക് മേലെ അത്രത്തോളം ബാധ്യതകൾ കുന്നൂടി കിടക്കണോണ്ടാ. ഇത് കസ്റ്റമർ മാത്രല്ല, എല്ലാരും ഒന്ന് മനസ്സിലാക്കിയേക്കണത് നല്ലതാ.